മുഖ്യമന്ത്രിക്കെതിരായ വാർത്താ കാർഡുകൾ റിപ്പോർട്ടറിന്റെ സമൂഹമാധ്യമ പേജുകളിൽ നിന്ന് പോയത് എങ്ങനെയെന്ന് വിശദീകരിക്കാതെ സർക്കാർ. AI സാങ്കേതിക തകരാറിനെ തുടർന്ന് നഷ്ടപ്പെട്ടതാണെന്ന് ഒരു വിഭാഗം മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് ഗൂഢാലോചനയുടെ ഭാഗമാണെന്ന സംശയവും ഇതോടെ ബലപ്പെട്ടു. ഒരു രേഖയും ഇല്ലാതിരുന്നിട്ടും സാങ്കേതിക തകരാറാണ് എന്ന വിശദീകരണം ആരാണ് റിപ്പോർട്ട് ചെയ്ത് മാധ്യമങ്ങൾ കൊടുത്തത് എന്നതാണ് ഉയരുന്ന ചോദ്യം. വാർത്താ കാർഡുകൾ പിൻവലിക്കാൻ ഒരു തരത്തിലും ഇടപെട്ടിട്ടില്ല എന്നാണ് ഇപ്പോഴും മുഖ്യമന്ത്രി പറയുന്നത്. ടി വി പ്രസാദ് വിവരങ്ങൾ നൽകും. പ്രസാദ്, ഗുഡ് മോർണിംഗ്. ഞങ്ങളല്ലേ എന്ന് പറഞ്ഞ് ഒഴിയാൻ പറ്റുന്ന ഒരു സാഹചര്യം അല്ല ഇവിടെയുള്ളത്. ഗൂഢാലോചന അടക്കം നമ്മൾ സംശയിക്കുന്നുണ്ട്. എന്തൊക്കെയാണ് വിവരം? അശ്വതി, ശ്രുതി, ഗുഡ് മോർണിംഗ്. വാർത്തകൾ കൊടുക്കുന്നു. ആ വാർത്തകൾ മുഖ്യമന്ത്രിക്കെതിരാണെങ്കിൽ അപ്പാടെ നീക്കം ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ് നിലവിലുള്ള സാഹചര്യം. പക്ഷേ അതിൽ സർക്കാരിന് ഒരു റോളുമില്ല, ഞങ്ങൾ ഒന്നും ചെയ്തിട്ടില്ല, വേണമെങ്കിൽ ഞങ്ങളും മെറ്റേക്ക് കത്തയക്കാം, ഞങ്ങളും നിങ്ങളെ സഹായിക്കാം എന്നൊക്കെയാണ് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനം നടത്തി പറഞ്ഞത്. പക്ഷേ അതിന് പിന്നാലെയും കാർഡ് ഒന്നൊന്നായി അപ്രത്യക്ഷമാകുന്ന രീതിയാണ്. അത് മുഖ്യമന്ത്രിക്കെതിരാണെങ്കിലാണ് കാർഡുകൾ നീക്കം ചെയ്യപ്പെടുന്നത് എന്നതാണ്. അതിനിടയിൽ കാർഡുകൾ നീക്കം ചെയ്യുന്നത് AI സാങ്കേതിക വിദ്യയിലെ തകരാറിനെ കൊണ്ടാണ് എന്ന ഒരു വിശദീകരണം പോലീസിനെ ഉദ്ധരിച്ചുകൊണ്ട് ചില മുഖ്യധാര മാധ്യമങ്ങൾ നടത്തുകയുണ്ടായി. പക്ഷേ അതല്ല എന്ന വിശദീകരണം നേരത്തെ മെറ്റയിൽ നിന്ന് വന്നു കഴിഞ്ഞിട്ടുണ്ട്. കൃത്യമായ ആവശ്യപ്രകാരം തന്നെയാണ് കാർഡുകൾ നീക്കം ചെയ്തതെന്ന്. അങ്ങനെയെങ്കിൽ ആരാണ് അതിന് പിറകിൽ എന്നത് സംബന്ധിച്ച് ഇതുവരെയും സർക്കാർ പറയാൻ തയ്യാറായിട്ടില്ല. തങ്ങളൊന്നും അറിയില്ല എന്ന നിലപാടിൽ തന്നെയാണ് ഇപ്പോഴും സർക്കാർ ഉറച്ചു നിൽക്കുന്നത്. കഴിഞ്ഞ ദിവസം മന്ത്രിസഭാ യോഗത്തിന് ശേഷം നടത്തിയ വാർത്താ സമ്മേളനത്തിലും മുഖ്യമന്ത്രി ഇത് തന്നെയാണ് ആവർത്തിക്കുകയും ചെയ്തത്. പക്ഷെ അങ്ങനെ പറയുമ്പോഴും ആരുടെ നിർദ്ദേശപ്രകാരം, എവിടെ നിന്നുള്ള നിർദ്ദേശപ്രകാരമാണ് കാർഡുകൾ നീക്കം ചെയ്ത് എന്നുള്ളതാണ് ഇപ്പോഴും ദുരൂഹത തുടരുന്നത്. അങ്ങനെയെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ AI സാങ്കേതിക വിദ്യയുടെ സാങ്കേതിക തകരാറ് മൂലമാണ് അതുണ്ടായത് എന്ന് പറയുന്ന വാർത്ത എങ്ങനെയാണ് വന്നത്? ആരാണ് അത് പോലീസിനെ ഉപദേശിച്ചത്? ഒരു രേഖയുമില്ലാത്ത വാർത്ത എങ്ങനെ പോലീസ് സോഴ്സായി വന്നു എന്നത് സംബന്ധിച്ചുള്ള കാര്യങ്ങളും ദുരൂഹമായി തന്നെ തുടരുകയാണ്. എന്തായാലും മെറ്റ കാർഡ് പിൻവലിച്ചത് കൃത്യമായ നിർദ്ദേശത്തിന്റെ ഭാഗമായിട്ടാണ്. ആ നിർദ്ദേശം ആര് കൊടുത്തു എന്നുള്ളത് തന്നെയാണ് ഉയരുന്ന പ്രധാനപ്പെട്ട ചോദ്യവും. അതിനാണ് സർക്കാരിന് മറുപടി ഇല്ലാത്തതും. ശ്രുതി അതാണ് ശ്രുതി. എന്തായാലും ഞങ്ങളല്ലെന്ന് പറയുമ്പോഴും പിന്നെ ആര് എന്ന ചോദ്യം നമ്മൾ ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. അത് അറിയുന്നത് വരെ. ടി വി പ്രസാദാണ് വിവരങ്ങൾ നൽകിയത്. മറ്റു വാർത്തകളിലേക്ക് എത്താം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം.